അവന്റെ നാട് ആലുവയിലാണ്. അവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിസ്സാര ഒരു പെങ്കൊച്ചിനെ പകൽ വെളിച്ചത്തിലാണ് ഒരു ഔഷധ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് പോലീസ് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തികൾ എന്തേ ആ നാട്ടിൽ പ്രതികരിച്ചില്ലേ? ബിഗ് ബോസിന് വേണ്ടത് കണ്ടന്റ് ആണ്. പക്ഷേ ആ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് മണ്ടത്തരങ്ങൾ പറയണത് വെച്ചിട്ടല്ല. ഇവൻ പറഞ്ഞില്ല ഞങ്ങൾ പിന്നെ മട്ടാഞ്ചേരിയിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്ന് ഞങ്ങൾ അതേപോലെ ഇവിടുത്തെ ആൾക്കാർ ശരിയല്ല. അതെന്തുകൊണ്ട് അവന്റെ കയ്യിരിപ്പ് ശരിയല്ലാണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ അവനെ തിരിച്ചു വിട്ടത്. റസ്മിൻക്ക് അറിയാന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അതായത് അവളെ ഉമ്മാക്ക് പോലും അവളെ എപ്പോഴാ കരഞ്ഞതെന്ന് അറിയില്ല. കാരണം അവൾക്ക് അറിയില്ല മോഹൻലാൽ സാറിനെ അവർ ഇതാക്കണമെന്നാ അങ്ങനത്തെ ഒരു അഹങ്കാരത്തോടെയുള്ള സംസാരമല്ല എന്റെ മോള് സംസാരിച്ചത്. നാടിനെ പറ്റി പറഞ്ഞത് ലാലേട്ടനൊന്ന് ചോദിച്ചാൽ കൊള്ളാമായിരുന്നു. ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായ റസ്മിൻ്റെ നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, മട്ടാഞ്ചേരിയിൽ. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കിടന്ന് മട്ടാഞ്ചേരിയെക്കുറിച്ച് ജിൻഡോ ഒരു കമൻ്റ് അടിച്ചിരുന്നു. ജിൻഡോയുടെ വാക്കിൽ നിന്ന് എന്താണ് മട്ടാഞ്ചേരിക്കാർക്ക് ഏറ്റവും മുറിവെന്ന് ചോദിക്കാം. ഉമ്മ ഈ നാട്ടുകാരിയാണ് അല്ലേ? അപ്പം ഈ ബിഗ് ബോസ് ഇത് കണ്ടിരുന്നോ? ഈ എപ്പിസോഡ് കണ്ടിരുന്നോ? എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്? ജിൻഡോ ഈ പറഞ്ഞത് ശരിയായില്ല. കാരണം ഈ മട്ടാഞ്ചേരിക്കാരെ ഒന്നടങ്കം പറയണത് വളരെ മോശപ്പെട്ട കാര്യമാണ്, പറയാൻ പാടില്ല, തെറ്റാണ്. കാരണം അവന്റെ നാട് ആലുവയിലാണ്. അവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിസ്സാര ഒരു പെങ്കൊച്ചിനെ പകൽ വെളിച്ചത്തിലാണ് ഒരു ഔഷധ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് പോലീസ് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തികൾ എന്തേ ആ നാട്ടിൽ പ്രതികരിച്ചില്ലേ? ഞങ്ങളെ കൊച്ചി നാട്ടിലാണ്, അതേതിന് മട്ടാഞ്ചേരിയിലാണെന്നുണ്ടെങ്കിലല്ല അവനെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കില്ല. അപ്പം തന്നെ ചെയ്ത് തന്നെ ഇവൻ പറഞ്ഞില്ല ഞങ്ങൾ പിന്നെ മട്ടാഞ്ചേരിയിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ വന്ന് ഞങ്ങൾ അതേപോലെ ഇവിടുത്തെ ആൾക്കാർ ശരിയല്ല. അതെന്തുകൊണ്ട് അവൻ്റെ കയ്യിരിപ്പ് ശരിയല്ലാണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ അവനെ തിരിച്ചു വിട്ടത്. അല്ലാതെ ഇവിടുത്തെ ആൾക്കാർ തരണ്ടല്ല, അവൻ്റെ കയ്യിരിപ്പ് ശരിയാണ്. ഈ പിന്നെ മട്ടാഞ്ചേരി ദേശത്ത് ഫോർട്ടിച്ച് ദേശത്ത് ഏത് വരുത്തന്മാർ ഇവിടെ വന്നാലും മര്യാദക്കാർ ഒരു ഇവിടെ പിന്നെ ആരും ഇവിടെ വിട്ടുകൊടുക്കൂല. എങ്ങനെ ചതിക്കൂല. അവർക്ക് എപ്പോഴും ഒരു ഗുണപാഠമാണ്. അത് ഏത് വിദേശികൾ വന്നാലും അവർക്കൊരു സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനത്തെ ഇവന് ഈ ലോകമെമ്പാട് അറിയണ വ്യക്തിയിൽ ഇവന് മട്ടാഞ്ചേരിക്കാർ പറഞ്ഞാൽ അതൊരു നല്ലൊരു ഏർപ്പാടല്ല. അവൻ്റെ മര്യാദ ചെയ്യണ ഏറ്റവും വലിയൊരു മോശപ്പെട്ടതാണ്. നമുക്കതേ പറയണേ. പിന്നെ എന്തിനാണ് ഇവർ ബിഗ് ബോക്സിലൊക്കെ എടുത്തത്? അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ഈ മട്ടാഞ്ചേരി ദേശത്ത് ഒരുപാട് പേര് ഇനി പുറത്തു പോകാനുള്ളവരാ. അത് കുട്ടികളായിട്ടും പെമ്പിള്ളേരായിട്ടും ഒക്കെ. അപ്പോൾ ഈ പുറത്തുനിന്ന് മട്ടാഞ്ചേരിയിലുള്ള ഒരു കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലുള്ള ഒരു ചെറുക്കനെ പറ്റി അന്വേഷിക്കുമ്പോൾ ആൾക്കാർ പറയണത് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ജിൻഡോ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആൾക്കാർ പറയും ശരിയല്ലേ, മട്ടാഞ്ചേരി പൊതുവെ മോശമായി എന്നാണ് പറയുന്നത്. പക്ഷേ മട്ടാഞ്ചേരിയിൽ ജീവിച്ച് വളർന്ന ഒരു നിലക്ക് ഞാൻ പറയാണ്, എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സംസാരിക്കാനൊരു വോയിസ് ഉണ്ടോ, അത് ഞാൻ മട്ടാഞ്ചേരിയിൽ ജനിച്ചോണ്ട് മാത്രമാണ്. നമ്മളെ നാടിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് റസ്മിൻ ഭായ് എന്ന് പറഞ്ഞൊരു വ്യക്തി ചെന്നേക്കണത്. അപ്പോൾ കോമണറായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് വായിന്ന് വരുള്ളൂ. നമ്മളിൽ ഒരാളായിട്ട് നിന്ന് പ്രവർത്തിക്കുക, നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ റസ്മിൻ അവിടെ പറയണതൊക്കെ. റസ്മിൻ ഭായ് ഒരിക്കലും ഒരു സെലിബ്രിറ്റി ലെവലിൽ നിന്ന് വന്ന വ്യക്തി അല്ല. അത് റസ്മിൻ ഭായ് എന്നൊരു വ്യക്തിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബിഗ് ബോസിന് നല്ല ബോധ്യമാണ്. ഷീസ് എ കോമണർ. അവൾ കോമണറാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ലെവലിൽ അവളോട് പെർഫോം ചെയ്യാനുണ്ട്. പിന്നെ ഈ മറ്റുള്ളവരെ പരാമർശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പല യൂട്യൂബേഴ്സ് പല മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ യൂട്യൂബേഴ്സ് ഒരു കാര്യം ചിന്തിക്കണം, ഈ റസ്മിൻ ഭായ് എന്ന വ്യക്തിക്ക് ഫാമിലി ഉണ്ട്, ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, ഇതൊക്കെ അവരെയും ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ ജിൻഡോ ഭായ് പറഞ്ഞ ഈ ഒരു മോശമായ, ജിൻഡോ ഭായിൻ്റെ ഒരു നല്ലൊരു ഫാനാണ് ഞാൻ. പക്ഷേ ഈ പറഞ്ഞൊരു പ്രസ്താവന, നീ വന്ന നാടിൻ്റെതാണ് ഈ കുഴപ്പം, അത് വളരെ മോശമായ ഒരു പ്രസ്താവനയാണ്. അതായത് നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ ആളുകളെ അംഗീകരിക്കുക, അല്ലാണ്ട് അവരെ മൊത്തത്തിലും ആ നാടിനെ അധിക്ഷേപിച്ച് സംസാരിക്കുക. ജിൻഡോ പറഞ്ഞ ഈ മോശമായ സ്ഥലം എന്ന് പ്രത്യേകം പരാമർശിച്ച ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത ഒരു വ്യക്തി നിൽക്കണമെങ്കിൽ വളരെയധികം പ്രൗഡാണ്. മട്ടാഞ്ചേരിക്കാരിന്ന് വിടൂ, നിങ്ങൾ വിടൂ, സ്ഥലം വിടൂ. അവളെന്താണോ, അവൾക്കുള്ളത് എന്താണോ നമ്മൾ ചെയ്തിരിക്കും. വോട്ടിലൂടെ ആണേലും സപ്പോർട്ടിലൂടെ ആണേലും ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്തു. ഇപ്പൊ റസ്മിൻ ഭായ് അല്ലെങ്കിൽ കൂടി വേറെ ഏത് കോമണർ ആണേലും നമ്മൾ ചെയ്യും. കാരണം ഞങ്ങളിൽ ഒരാളാണ്. ഞാൻ ഈ വർഷം തുടങ്ങിയാണ് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത്. നമ്മളിൽ നിന്ന് ഒരാളുള്ളത് കൊണ്ടാണ് ഞാൻ ആ പരിപാടി കാണുന്നത്. പിന്നെ അതിൽ നമുക്കൊരു സന്തോഷമായിരുന്നു. ജിൻഡോ ആ പ്രസ്താവന പറഞ്ഞതോടുകൂടി മൊത്തത്തിലൊരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പുള്ളിയിൽ നിന്നുണ്ടായ ഒരു തെറ്റായിട്ട് നമ്മൾ കരുതണം. പിന്നെ ഇവിടെയുള്ള ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ പണ്ടത്തെ ആളുകളെ ഇല്ല, എല്ലാം മാറി. ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഇവിടെ ഉള്ളത് നമുക്ക് മൊത്തത്തിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. ഞാൻ എൻ്റെ വൈഫ് ഹൗസാണ് ഇവിടെ. എനിക്കിപ്പോൾ ഇവിടുന്ന് ഏതാണ് ബെസ്റ്റ് നാടെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വൈഫ്
ഗർഭിണിയായിരുന്നപ്പോൾ കൊച്ചിൻ്റെ ടൈമിൽ കൊറോണ ടൈമിലായിരുന്നത്. ആ സമയത്ത് ഒന്നില്ലെങ്കിൽ കൊച്ച് അല്ലെങ്കിൽ വൈഫ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയത്ത് എനിക്ക് ഫണ്ടായിട്ടും എല്ലാ രീതിയിലും സഹായിച്ചത് ഇവിടെ നിന്നുള്ള ആൾക്കാരാണ്. നിസ്സാര മണിക്കൂറുകൾ കൊണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് 10,000 വന്നായിരുന്നു. അത് ഈ പറഞ്ഞ് ഈ പാവപ്പെട്ടവർ 500,000 തന്നാണ്. അവരെ ഞാൻ എങ്ങനെ നല്ലതല്ലെന്ന് പറയും. റസ്മിൻ കരയുക എന്ന് പറഞ്ഞാൽ അത് അവളെ പറഞ്ഞതിനല്ല ഒരിക്കലും അവള് കരഞ്ഞേക്കണ. കാരണം താൻ എൻ്റെ നാടിനെ പറഞ്ഞോ, താൻ എൻ്റെ നാടിനെയാണോ, അതായത് അവളെ മനസ്സിലത് എത്ര എഫക്റ്റ് ചെയ്ത്. റസ്മിൻ കരയാന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി. അതായത് അവളെ ഉമ്മാക്ക് പോലും അവളെ എപ്പോഴാണ് കരഞ്ഞതെന്ന് അറിയില്ല. കാരണം അവൾ കരയില്ല, ഫൈറ്റ് ചെയ്ത് നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക. എനിക്ക് വേണ്ട അവകാശങ്ങളാണേലും എനിക്ക് നേടിത്തരാം. അപ്പം അവൾക്ക് നേടിയെടുക്കേണ്ടതാണെങ്കിൽ അവൾ നേടിയെടുക്കുക. അങ്ങനെ ഒരു വ്യക്തി കരയാന്ന് പറഞ്ഞാൽ അത് അവളെ മനസ്സിന് ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടാണ്. ഞങ്ങളും കൂടി തകർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ജിൻഡോയെ ബിഗ് ബോസ് വാൺ ചെയ്തിരുന്നു, അതായത് ജിൻഡോ നീ പറഞ്ഞത് ശരിയായില്ലെന്ന്. പക്ഷെ ജിൻഡോയ്ക്ക് അത് മനസ്സിലായിട്ടില്ല. അതെ ശരിക്കും പറഞ്ഞാല് ബിഗ് ബോസിന് വേണ്ടത് കണ്ടന്റാണ്. പക്ഷേ ആ കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് മണ്ടത്തരങ്ങൾ പറയണത് വെച്ചിട്ടല്ല. ശരിക്കും ജനങ്ങളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കണവർക്ക് എൻ്റർടൈൻ വേണമെന്നുള്ള രീതിയിൽ ജിൻഡോൻ്റെ പ്രസ്താവനകളൊക്കെ. പക്ഷേ നമ്മൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഏഷ്യാനെറ്റ് പോലത്തെ ഇത്രയും വലിയൊരു ചാനൽ ഈ ഒരു ഷോ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് വളരെയധികം മോശമായ പ്രസ്താവനയാണ്. ലാലേട്ടൻ ഇത് ചോദിക്കുക തന്നെ വേണം. മട്ടാഞ്ചേരിയിൽ ഒരു വീട്ടിലാണ് ഞാൻ എത്തിയേക്കുന്നത്. ഇവിടെ എല്ലാവരും നോമ്പ് തുറക്കുന്നതിൻ്റെ തിരക്കിലും അങ്ങനെയൊക്കെയാണ്. ചേച്ചി മട്ടാഞ്ചേരിക്കാരിയാണോ? അതെ, മട്ടാഞ്ചേരിക്കാരിയാണ്. ബിഗ് ബോസ് സീസൺ 6 കണ്ടിരുന്നോ? കാണാറുണ്ട്. മട്ടാഞ്ചേരിയെ കുറിച്ചിട്ട് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. എന്താ ചേച്ചിക്ക് അതിനകത്ത് പറയാനുള്ളത് പുള്ളിക്കാരൻ അവിടെ നിന്ന് അനുഭവിച്ചത് വല്ല മോശം ആയിട്ടുള്ളതാണ്. പക്ഷെ മട്ടാഞ്ചേരിക്കാരൻ മൊത്തത്തിൽ പറയണത് എനിക്കത്ര ഇതായിട്ട് തോന്നി. അതെന്താ ചേച്ചിക്ക് അത്ര തോന്നുന്നില്ല? കാരണം ഞാൻ കണ്ട ആൾക്കാർ ഒരുപാട് നല്ലവരുണ്ട്. അപ്പൊ മൊത്തത്തിൽ മട്ടാഞ്ചേരിനെ പറയുമ്പോൾ അത് എനിക്ക് വളരെ വിഷമമായിരുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റന്റുകളും ജിൻഡോയുടെ ഈ വാക്കിനെ എതിർത്തു. ആ സമയത്ത് തന്നെ എതിർത്തു. റസ്മിനെ എന്ത് വേണമെങ്കിലും മത്സരത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്തോളൂ, പക്ഷെ ഒരു നാടിനെ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞു. തെറ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ് ഇത്രയും നല്ല അനുഭവം ഉള്ളത്? നല്ല അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ച് വളർന്നത് എൻ്റെ മട്ടാഞ്ചേരിയിലാണ്. കാരണം എനിക്ക് വളരാൻ പറ്റിയ സാഹചര്യങ്ങളും ഞാൻ കണ്ട മനുഷ്യരൊക്കെ വളരെ നല്ലവരാണ്. മോശമായി അത് നമുക്ക് ഉണ്ടാവും, പക്ഷെ അത് ചില വ്യക്തികളിൽ മാത്രം എല്ലായിടത്തും ഉണ്ടാവും. അതെല്ലായിടത്തും ഉണ്ടാവും. അതിപ്പോൾ ഏത് സ്ഥലം എടുത്താലും അതിലൊക്കെ ഉണ്ടാവും ഒരു മോശപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഭാഗമോ എന്തിലുണ്ടാവും. അത് കണ്ട് മാത്രം ഇത് വിലയിരുത്തരുതെന്ന് എല്ലാവരോടും പറയാനേ ഉള്ളൂ. മട്ടാഞ്ചേരിയിലെ ഒരുപാട് ആളുകൾ ഇതിന് ശേഷം ഭയങ്കരമായിട്ടും പ്രതികരിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. വാട്സാപ്പിലൊക്കെ ഇത് വന്നിരുന്നോ? വന്നിരുന്നു. നമുക്ക് നമ്മുടെ ഏരിയനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ദേഷ്യവും വിഷമവും സങ്കടവും ഒക്കെ വരാറുണ്ട്. അപ്പൊ അതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ നോമ്പുതുറയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും ഫുഡും കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പേരെങ്ങനെയാ? അബ്ദുൾ റഹീം. വാപ്പ കണ്ടിരുന്നോ ഇങ്ങനെ ഒരു സീൻ മട്ടാഞ്ചേരി? എന്തായിരുന്നു ബാബയ്ക്ക് അത് കേട്ടപ്പോ തോന്നി? ഞാൻ ജനിച്ചു മട്ടാഞ്ചേരിയിലാണ്. വിഷമാണ്. കാരണം ഇങ്ങനെ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ വേറെ മറ്റേ അത് ആ പറഞ്ഞ ആൾക്ക് അറിവില്ലാണ്ടാണ്. സത്യത്തില് അവർക്ക് മട്ടാഞ്ചേരിയെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. അറിഞ്ഞില്ലെങ്കിൽ അവരങ്ങനെ പറയില്ല. ഇനി ഒരു എന്താ പറയാ, ജിൻഡോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജിൻഡോ മാപ്പ് പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം ജിൻഡോനെ ഇവിടെ സ്വീകരിച്ചാൽ നിങ്ങൾ ജിൻഡോയ്ക്ക് ഇവിടുത്തെ സ്നേഹം കാണിച്ചു കൊടുക്കുമോ? അത് കാണാൻ പറ്റും. പുള്ളി ഇവിടെ വരണമെങ്കിൽ പുള്ളിക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റും ഇവിടുത്തെ ആളുകളുടെ. റസ്മിനെ വെച്ചാൽ എൻ്റെ മോളുടെ LKG മുതലുള്ള ഫ്രണ്ടാണ്. അവർക്ക് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഫ്രണ്ട് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിത്യം വരുന്നവളാണ്. ഒരു അംഗത്തെ പോലെ തന്നെയാണ്. അപ്പം ഇപ്പം പോയപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവള് എല്ലാം അങ്ങനെ പരിശ്രമിയാണ്, എല്ലായിടത്തും എത്തപ്പെടും. അവൾക്ക് നല്ല ടാലൻ്റാണ്. എവിടെയെങ്കിലും എന്ത് പ്രയോജനമെങ്കിലും അവള് റിസ്ക് എടുക്കും. ജഗ ജില്ലയാണ്. പിന്നെ വേറെ ഒന്നുമില്ല. അവള് വിജയിക്കണം എന്നുള്ള മുന്നേറണം എന്നുള്ളൊരു ഇതുള്ള കുട്ടിയാണ്. രശ്മിന്റെ ഉമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഉമ്മ ലൈവാണോ കണ്ടത്, ആ എപ്പിസോഡാണോ കണ്ടത്? ലൈവാണ് കണ്ടത്. ലൈവ് കണ്ടോണ്ടിരുന്നപ്പോൾ ഉമ്മയ്ക്ക് എന്താ പെട്ടെന്ന് തോന്നി? കേട്ട എനിക്ക് കുറച്ച് ഫീൽ ചെയ്തു. ഭയങ്കര വിഷമമായി പോയി. കാരണം എൻ്റെ മോളും കൂടെ കരഞ്ഞതിനകത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം കൂടെ ആയിപ്പോയി. ഞാൻ എന്തായെന്ന് ആലോചിച്ചു പെട്ടെന്ന്. കാരണം വെച്ചാൽ അവള് അങ്ങനെ കരയാത്തൊരു കൊച്ചാണ്. കാരണം എന്തും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്ന വ്യക്തിയാണ്. പുറത്ത് കാണിക്കൂല. പിന്നെ അവളുടെ ദേഷ്യം വന്നതിനാൽ തന്നെയാണെങ്കിലും അവൾ എവിടെയെങ്കിലും ചെന്നിട്ട് വന്ന് 2 ഇടി കൊടുക്കുകയോ ഒരു മതിലിട്ടടിക്കുകയോ
ഒരൊച്ചയുടെ കഴിഞ്ഞാൽ അത് തീർന്ന്. അതെ, അതിനകത്ത് കാണിക്കുന്നുണ്ട് മറ്റേ മുട്ടയുടെ തോടൊക്കെ വലിച്ചെറിയുന്നു. ആ വാശിക്ക് അവള് ചെയ്തതാണ്. പിന്നെ അതിന് അവള് സോറി പറയണമുണ്ട്, ബിഗ് ബോസിനോട് സോറി പറയുന്നുണ്ട്. അല്ല, ഇതേ രീതിയിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. മോഹൻലാലിനോട് ബിഗ് ബോസിൽ മോഹൻലാലിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ ചോദ്യങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഉമ്മയ്ക്ക് തോന്നുന്നുണ്ട് ആ ചോദ്യം ശരിയായിരുന്നെന്നോ തെറ്റായിരുന്നെന്നോ? എന്താ ഉമ്മയുടെ ഒരു കാരണം? നിങ്ങളിത് കാണിയാണ്. കാരണം എന്ന് വെച്ചാല് അവൾ അങ്ങനെയല്ല ചിന്തിച്ചത്. അവള് മോഹൻലാൽ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ അത് ശരിക്കത് സംസാരിച്ച് പൂർത്തിയാക്കാനും പറ്റിയില്ല. മോഹൻലാൽ സാറിനെ ഒരു ഇതാക്കണമെന്നാ അങ്ങനത്തെ ഒരു അഹങ്കാരത്തോടെയുള്ള സംസാരമല്ല എൻ്റെ മോള് സംസാരിച്ചത്. എന്താണ് കാര്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോയപ്പോഴേക്കും പെട്ടെന്ന് അത് അങ്ങോട്ട് നിന്നും പോയി. നമ്മളീ മട്ടാഞ്ചേരിയിൽ ജനിച്ച് വളർന്നതല്ലേ, നമ്മൾ ഇന്നേ വരെ ഞങ്ങളുടെ നാട്ടിൽ വന്നവരെല്ലാവരും നല്ല സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുള്ളൂ. അല്ല, ഞാനത് ഏത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്, ഏത് രാജ്യക്കാരാണെങ്കിലും. ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം 2 ലക്ഷം വീടുകളുണ്ടെന്നാണ് പറയുന്നത്. വീടുകൾ, അതായത് ആളുകൾ ചെറിയ ചെറിയ വീടുകളാണ്, തിങ്ങി പാർക്കുന്ന ഒരു ഇടമാണ്. അവരവിടെ ഹാപ്പിയാണ്, ആ ഹാപ്പിനെസ്സിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ലോകം അതാണ്. ഒരു പക്ഷെ അത് ഓർത്തിട്ടാവാം രശ്മിക്ക് ശരിക്കും ഫീൽ ഉണ്ടായത്, അല്ലേ? ഫീൽ ഉണ്ടായത്. അപ്പൊ ഇനി ഇത് ലാലേട്ടൻ ചോദിക്കണം, നെക്സ്റ്റ് എപ്പിസോഡിൽ ചോദിക്കണം എന്നുള്ളോ? നാടിനെ പറ്റി പറഞ്ഞത് ലാലേട്ടൻ ഒന്ന് ചോദിച്ചാൽ കൊള്ളാമായിരുന്നു. കാരണം വെച്ചാൽ ഒരു വ്യക്തിയും ഒരു നാടിനെ കുറിച്ചും മോശമായ ഒരു അഭിപ്രായം പറയരുത്. മറ്റുള്ളവരെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് അവർ ചിന്തിക്കണം. ഇപ്പം ഉമ്മയടക്കം പറയുന്നുണ്ട് ലാലേട്ടനോട് അന്ന് ചോദിച്ചത് തെറ്റാണ്. പക്ഷെ ജിൻഡോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, അല്ലേ? ജിൻഡോ അത് പറയുകയും ചെയ്ത്. അപ്പോഴും എന്റെ മോള് പറയുന്നുണ്ട് ബിഗ് ബോസിനോട്, ഞാൻ സോറി പറയുന്നു, കാരണം ഞാൻ അങ്ങനത്തെ രീതിയിലല്ല എന്ന് അവൾ പറയുന്നുണ്ട്. ജിൻഡോനെ ബിഗ് ബോസ് വരെ വാൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം എല്ലാവർക്കും ഒരു ഇതുപോലെ ആയിപ്പോയി മട്ടാഞ്ചേരിയെ കുറിച്ച്. പേരെങ്ങനെ? ഐഷ അധ്യാപികയാണ്, അല്ലേ? ഇപ്പം നിങ്ങളുടെ നാടിനെ കുറിച്ച് ബിഗ് ബോസിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്, കണ്ടിരുന്നോ? അതേന്ന് വെച്ചാൽ ഈ പലർക്കും ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് താമസിക്കാൻ നിൽക്കുമ്പോൾ ഒരു മട്ടാഞ്ചേരി ഒരു ലോക്കൽ എന്നുള്ളൊരു ധാരണയായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. പക്ഷേ ശരിക്കും അതായത് നമ്മൾ ഭയങ്കര സേഫ്റ്റി ആയിട്ട് നമുക്ക് തോന്നിയേക്കുന്നത്. അതായത് എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ ഒരാൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുക, ലൈക്ക് ഒരു യൂണിറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. അത് പക്ഷേ എല്ലാവരും വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലം ഏരിയ ആണ്, അതായത് അവരുടെ എന്താ പറയുക ഒരു ഭയങ്കര ലോക്കലായിരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണയായിരിക്കും പലർക്കും ഉണ്ടാകുന്നത്. പക്ഷെ അതിനുപരി നമ്മൾ ഒരുപാട് സേഫ്റ്റി, ഇപ്പം ഞാൻ കായംകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ആ സമയത്ത് രാത്രി നമുക്ക് ഒരു സേഫ്റ്റി ഉണ്ടാവില്ല പുറത്ത് പോകാൻ പോലും. പക്ഷെ ഇവിടെ നമുക്ക് എത്ര മണിക്ക് വേണമെങ്കിലും നമുക്ക് സേഫ്റ്റി ആയിട്ട് അത്രയും സുരക്ഷിതമായിട്ടൊരു നാടാണ് ഞങ്ങളുടെ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ചിലർക്ക് ധാരണ മട്ടാഞ്ചേരി ഗുണ്ടാല ലോകമാണ്, അങ്ങനെയാണ് ഇങ്ങനെ, ലൈക്ക് അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ഈ സിനിമയിൽ കാണുന്ന പോലെ അല്ല. ഈ സിനിമയിൽ പലതും ചിത്രീകരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അല്ല ശരിക്കുമുള്ള റിയൽ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതറിയണമെങ്കിൽ നമ്മൾ മട്ടാഞ്ചേരിയോട്ട് വരണം. ബിഗ് ബോസിൽ റസ്മിൻ്റെ കളി എല്ലാവരും കാണുന്നുണ്ട്. വിജയമോ പരാജയമോ അതെന്താണേലും അവർ ഉൾക്കൊള്ളും. പക്ഷേ അവരുടെ നാടിനെ പറഞ്ഞത് അവർക്ക് എന്താണേലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇവരുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, അവർക്ക് കിട്ടിയൊരു വലിയ അപമാനമായിട്ടാണ് ജിൻഡോയുടെ വാക്കുകൾ നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് ത്രൂ ഔട്ട് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്.